ഹായ് ഫ്രണ്ട്സ് തൊരുട്ടവാ ഷുഗർ വീട് മാറിപ്പോയി എന്തിനും ഇങ്ങനെ ചെയ്തത് വിഷമത ഷുഗർക്കറിയാണ് ആറാം ജിന്നു മിടിച്ചു എന്നടാ ഇങ്ങനെ ഓടി വരാ ആറാം അവിടെ എന്ത് നടന്നു അറിയോ എന്നടാ പോയിട്ട് നോക്കടാ ആറും പോയി എന്താ അവിടെ നടക്കുന്നത് അയ്യോ ഷുഗറിനെ കൊണ്ട് ആറാം ഷോക്കായി എന്നടാ ഇത് നടന്നെന്തടാ ജിൻ നടന്ന കാര്യം പറയാൻ തുടങ്ങി അയ്യോ ജിൻ ഞാനിവിടെ ഉണ്ട് ആറാം നടന്നൊരു വഴക്കം ഉണ്ടാക്കിയായിരുന്നു അയ്യോ സുഖ ബാത്റൂം പോയി ഡ്രസ്സ് അടിച്ച് കഴിഞ്ഞിട്ട് കയറി സുഖ വന്നു ജിൻ പറഞ്ഞു ഇവനെ ഉള്ളിലിട്ടാ നമ്മൾ ഇവിടുന്ന് പോയി എന്ത് ജിൻ ആറമ്മ ചെറുത് നോക്ക അയ്യോ അപ്പോൾ ഇവിടെ പോടുവേ ഹലോ ഡ്രാഗൺ ഐസ് എന്ത് ഡ്രാഗൺ ഐസാ ആറവിടെ കൂടി ചെഞ്ച് എന്തിനും മതി ഒരുമാതിരിയില്ല ഇല്ല ഇതാ ആറാം കേസാണ് ആറാം ഒരു കൊന്നുണ്ട് ഒരു വീട്ടിൽ കണ്ണത്ത് വളർന്നൊരടിച്ച് അയ്യോ ബോസായി പോയല്ലോ മാം സോറി മാം എന്താ അടിച്ചോ നീ എന്നെ അടിച്ചോല്ലേ എന്നാ വെച്ചോ എന്ന് ഒരു കടിയടിച്ചാരം ഇവളിപ്പോൾ ബ്ലഡ് വരാൻ തുടങ്ങി അയ്യോ ഇവളെന്തിനാ കഴിച്ചത് ആറമ്മക്കെല്ലാം നടന്നായിരുന്നു ജയഹപ്പ് ആറമ്മ ഇവിടെ പോയി ആറമ്മനെ കാണുന്നില്ല അല്ലേ ജിൻ എവിടെ കേൾക്കാതാണ് ആറമ്മ ഇവിടെ ആറമ്മ പിന്നെ മാം റൂമിൽ പോയി മാം റൂമിക്കാ മാം റൂമിൽ എന്താ ചെയ്യുക ആ റൂമിൽ നോക്കാം ശരി മാം റൂമിക്കാ ഏയ് സുഖ വാ നമ്മൾ നോക്കാം അവരെന്ത് സംഭവിക്കുന്നത് പിന്നെ പുറകിൽ വന്നായിരുന്നു ആറമ്മക്ക് റെഡി ആയിട്ട് വന്നു ഷോ ഇവളൊരു എനിക്കറിയോ എല്ലാം നടന്നു ആറമ്മനെ വിടുമ്പോൾ ജഹു പോട്ടെ എന്നടാ നടന്നു ആറാം പറയുന്നു നീ പോടാ അകത്ത് പോയിട്ട് നിനക്കും അറിയാം പോ എന്നും പറഞ്ഞു സാഡായി എടാ എൻ്റെ ഫോണോട് എടുത്തോണ്ട് വരാം പ്ലീസ് ആറും പറയാൻ തുടങ്ങി ശരി നിൻ്റെ ഫോൺ അകത്തിലുള്ളത് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാം അന ജേഹു ഇപ്പോൾ പോയായിരുന്നു ജേഹു പോയിട്ട് ഒച്ച കേൾക്കാൻ തുടങ്ങിയായിരുന്നു അയ്യോ എന്നെ രക്ഷിക്കണേ അതോ ജേഹു കയറിയായിരുന്നു ഇത് 3 പേര് വഴക്കുണ്ടാക്കുന്നവരുന്നു ജിമ്മിൻ വിയും ജങ്കുക്ക് 3 പേര് വഴക്കുണ്ടാക്കി ഇത് എനിക്ക് വേണോ ആറാം കേട്ടായിരുന്നു എന്നിട്ടാ തല്ലാക്കുന്നത് ഇല്ല അവരെവിടെ പോയി അവർ തല്ലാക്കിയുടെ മുകളിൽ പോകുന്ന തുടങ്ങി അപ്പോൾ സൗണ്ട് കേട്ടായിരുന്നു പിന്നെ ശബ്ദം നിന്നു ജേഹു ഇപ്പോൾ കയറി ഒരുപാട് ജേഹു നടന്നുകൊണ്ടിരുന്നായിരുന്നു എന്നടാ പറ്റി ഒന്നുമില്ലടാ ജിമിൻ നീ അകത്ത് പോടാ ഞാനെന്നേ പോകുന്നകത്ത് ഇല്ലടാ നഞ്ചുൻ്റെ ഫോണകത്തുണ്ട് പോയിട്ട് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു ശരി ഓക്കെ എന്ന് ജേഹുപ്പ് പറഞ്ഞുകൊണ്ട് പോയായിരുന്നു ജേഹുപ്പ് പറഞ്ഞുകൊണ്ട് ജിമിൻ പോയി ജിമ്മിൻ്റെ ഒച്ച കേൾക്കാൻ തുടങ്ങി എന്താണ് അവിടെ നടക്കുന്നത് വീട്ടാങ്ക് പോകാൻ തുടങ്ങിയായിരുന്നു വേണ്ടടാ അതൊന്നുമില്ല അത് പാട്ട് പാടുന്നത് ജിമ്മിനൊന്നും എങ്ങനെ പാടുന്നത് ഇല്ല ജിമ്മിന് പാടുന്നത് നോക്കൂ ഓ അങ്ങനെയാണോ ജിമ്മിന് വേണ്ടി ഒന്ന് ഒരുമാതിരി എന്നടാ നീ പാടിയോ എനിക്കൊന്നും സംഭവിച്ചത് നീ പോടാ അത് ഒന്നുമില്ലടാ ഇല്ലടാ ഒരു ഗിഫ്റ്റ് തരൂ നീ അകത്ത് പോ വീനോട് പറഞ്ഞു എന്ത് ഗിഫ്റ്റാ അയ്യോ ഞാൻ പോവാ എന്നെ പോയി ജങ്കൊക്കെ പിടിച്ചോണ്ട് വന്നു എന്താടാ റൂമിൽ സൗണ്ട് പ്രൂഫ് റൂമാണ് അതെ ഹീറോ വാതിൽ ബന്ധാക്കിയായിരുന്നു അതെ ജിൻ വാതിൽ ബന്ധാക്കി അതൊന്നുമില്ല ഈ ജങ്കുരുടെ എടുത്തോണ്ട് വന്നു എന്നിടാ പറ്റി ഒന്നുമില്ല എന്ന് പറഞ്ഞു അവിടെ ഒച്ചുണ്ടാക്കി അതടങ്ങി അയ്യാ വിടമ്മാ എന്നിനോ അയ്യോ അതെല്ലാം നടന്നു നീ വീട് സാഡായിട്ട് പോട്ടു ആറും ജിൻ കേട്ടായിരുന്നു എന്തടാ പോടാതിരിക്ക പോ അല്ല കയറി പോയി ജങ്കോക്ക് എന്താ ഇല്ലടാ ജങ്കോക്ക് നിനക്ക് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടല്ലോടാ നീ അകത്ത് പോടാ ഗിഫ്റ്റാ ഞാൻ തന്നെ പോകണം അപ്പം നിങ്ങൾ വാ ഇല്ലടാ നിനക്ക് ക്യൂട്ട് റാബിറ്റ് വെച്ചിട്ടുണ്ട് പോ റാബിറ്റാ ശരി ഞാൻ പോവാ എന്നാൽ ജങ്കോക്ക് അകത്ത് വന്നായിരുന്നു ജങ്കോക്ക് വന്ന ഹീറോയിൻ ലുക്കാണ് ജങ്കോക്ക് ഷോക്കായി എന്താ ജങ്കോക്കിനെ പിടിച്ചു ജങ്കോക്ക് മൂന്നായിരുന്നു അയ്യോ കിട്ടിയ ചാൻസ് ഇത് വിട്ട ശരിയാവില്ല ജങ്കോക്ക് കിട്ടിയതാണെങ്കിൽ ബാക്കി 6 മെമ്പർ സൗണ്ട് ഇല്ലല്ലോടാ അതിന് 6 വന്ന് നിലയ്ക്ക് നോക്കായിരുന്നു ജാക്കോക്കിൻ്റെ ലുക്ക് കണ്ട് അവർ ഷാക്കായി ജങ്കോക്ക് പൊടിച്ച് കിസ് എടുക്കാം ഇവരെ വീണ്ടും കിസ് അടിക്കുന്നത് അത് കണ്ട് നമുക്ക് 6 പേർക്ക് വായി കഴിച്ചു എന്നാടാ ഇവിടെ നടക്കുന്നത് അയ്യോ ജിമ്മിന് വായി കഴിച്ചു എന്നാ ഇവന് പാവം കടകുട്ടി പറഞ്ഞു ഇവനെന്ന് ഇങ്ങനെ ചെയ്യുന്നത് എന്നാ ആരും വേന്ന് പോയോ നോക്കി ഷാക്കായിരുന്നു ജാങ്കോക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വന്നു എന്താ ഇല്ലടാ എന്താ ചെയ്തത് ഇല്ല അവർ ഫസ്റ്റ് കിസ് ചെയ്ത് ഞാൻ വേണ്ടെന്നിട്ട് പിന്നെ അവർക്ക് വീണ്ടും പറയാം ഞാൻ വിടില്ല
കിട്ടിയ ചാൻസ് വെച്ചിട്ട് ഞാൻ എന്ത് വിടുന്നത്, എനിക്ക് ഓൾറെഡി പിടിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒരാളാക്കി കെട്ടാക്കിട്ട് പോയി. എന്നിട്ട് ബാക്കി നമ്മൾ ഷാക്കായിരുന്നു. ആ എന്താണ് നടക്കുന്നതെന്ന്. അങ്ങനെ അതെ, അവർക്ക് കുറേ ഡേയ്സ് പോയായിരുന്നു. ഹീറോയ്ക്ക് രാവിലെ നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ശരി, ഞാൻ ഉറക്കത്തിൽ ഡ്രസ്സ് ചേഞ്ച് ആക്കിയതാന്ന് തിരിച്ചു പോയി. ഹീറോയിനെ നോക്കുമ്പോൾ അവർ എല്ലാവരും വീടെല്ലാം വിഷമായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ്. ശരി, ഓക്കെ. ഓഫീസ് ഭയങ്കര ബിസി ആയിരുന്നു. അവർക്ക് അവർ ഷൂട്ടിങ് അത് ഇതുണ്ടായിരുന്നു. പിന്നെ ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി, ശരിപ്പാ നിങ്ങളിവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് നിങ്ങൾക്ക് കുറച്ച് നാൾ കോൺട്രാക്റ്റാണ്. നിങ്ങളെ പ്രശ്നം റൂമർ അതെല്ലാം ഞാൻ ശരിയാക്കി, നിങ്ങൾ പാക്കാം നിങ്ങൾ പ്ലേസിലേക്ക് പോയിക്കാന്ന് പറഞ്ഞു. 7 പേരും വീട് വാടി പോയിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ശ്രദ്ധിക്കായിരുന്നു. ജാക്സൺ കേട്ടു, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ? ഇല്ല സർ, ഞങ്ങൾ പോവുക. അങ്ങനെ 7 പേർ ഹീറോയിൻ്റെ റൂം നോക്കി സാഡായിട്ട് പോകുന്നു. ഹീറോയിൻ്റെ ചേട്ടനെ കുറിച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. ഇവർ ശരിയില്ലല്ലോ എന്ന് ഹീറോയിൻ്റെ ചേട്ടനിക്ക് ഡൗട്ട് വന്നു. ക്യാമറ നോക്കണം. അങ്ങനെ ക്യാമറ ചെക്ക് ചെയ്ത ഹീറോയിൻ്റെ ചേട്ടനിക്ക് ഷാക്കേ, എന്തിനപ്പാ ഇങ്ങനെ ചെയ്യുന്നേ? എന്തോ ഒന്ന് റൂമിൽ നടക്കാതെ വീടല്ല ഇങ്ങനെ തെറിച്ചോടി വരാം. ഹീറോയിനോട് കേട്ട ചേട്ടാ വന്ന് എന്തോ ഒന്ന് നടന്നിനമ്മ. ഇല്ല ചേട്ടാ, ഒന്ന് വീഡിയോ നോക്ക്. ഹീറോയിൻ വീഡിയോ ഷാക്കായി. എന്താ ചേട്ടാ എൻ്റെ റൂമിൽ ഓടി വരാ? അമ്മ അറിയില്ല. ശരി സാറില്ല, എന്തോ ഒരു കാര്യം പേടിച്ച് ഓടി വന്നതാ. എന്തോ ഒരു കോമഡിയാ. അങ്ങനെ ഡേയ്സ് പോയതാണ്. ഹീറോമാർക്കെല്ലാം സാഡായിരുന്നു ഹീറോയിനെ മിസ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് എപ്പോൾ ഹീറോയിൻ്റെ ചേട്ടനാണ് പോകേണ്ടായി മണി കൊടുക്കുന്നത്. ഹീറോയിനെ കാണാതെ ഒരുപാട് സാഡായിരുന്നു. അങ്ങനെ റൂമർ വന്നായിരുന്നു. അതൊരു ബിസിനസ് മാനക്ക് ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നടന്നു. അത് ഫേക്ക് റൂമർ. PTS മെമ്പർ വീട് 7 പേരും വീട് സാഡായിരുന്നു. എന്തടാ റൂമറാണോ? അങ്ങനെ അവർ വീട് ചേഞ്ച് ആയിരുന്നു. പിന്നെ എല്ലാവരോടും പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയെ ഇൻ്റർവ്യൂ പറയാൻ പോകാമെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഒരു മാതിരി മയക്കം വരാൻ തുടങ്ങിയായിരുന്നു. ഒത്തും വാങ്ങി വീണു. ഹീറോയിൻ്റെ ചേട്ടക്ക് ഷോക്കായി. എന്തമ്മ പറ്റി? ഹീറോയിനെ വിളിച്ചായിരുന്നു. ശരിയാണ്, ഹീറോയിൻ്റെ ചേട്ടൻ ജാക്സൺ ഒരാൾക്ക് ഫോൺ ചെയ്ത് വിളിച്ചായിരുന്നു. ജാക്സൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു, ജൂഡി. എന്താ പറ്റിയടാ? ഇല്ലടാ മാങ്ങി വീണുടാ എന്ന് പറഞ്ഞു ഫ്രണ്ടിനോട്. എന്നിട്ട് ചെക്ക് ഡോക്ടർ ഷോക്കായി. ഇല്ലടാ നീ ഹോസ്പിറ്റലിൽ കൊണ്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഷോക്കായിരുന്നു. ഇല്ലടാ ഞാനൊരു കാര്യം പറയുന്നു, ഷോക്കാകാൻ പാടില്ല. പറഞ്ഞു ഇവൾ പെട്ടെന്നിട്ടാണ്. എന്തേ? എപ്പോ? എങ്ങനെ നടന്നു? ഷോക്കായി.